അടി കിട്ടിയ ഭാഗ്യം നോക്കിയാണേ. ഇങ്ങനെ വന്ന് നോക്കാം, അവിടെ താജ്മഹൽ പണിത് വെച്ചിരിക്കല്ല പോയതോ, പട്ടി അടിച്ചിരിക്കുക. മനസ്സിലായി പക്ഷേ അവിടുത്തെ മുഴുവൻ ഇറച്ചിയും പട്ടി കൊണ്ടുപോയി. എന്തൊരു കഷ്ടാണ്. അല്ലെ പട്ടി കടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കണ്ട്, അത് കൈമ കടിച്ചു കാൽമ കടിച്ചു. ഇതിന് കടിക്കാനൊരു സ്ഥലം ബാക്കിയില്ലല്ലോ അല്ലേ? വല്ലാത്തൊരു കടിയായി പോയി. ഒരു കാര്യത്തില് ഭാഗ്യം, ഇഞ്ചക്ഷൻ കയ്യിലാക്കിയത് നന്നായി. ചന്തയിലായിരുന്നെങ്കിൽ സൂചി കുത്താൻ സ്ഥലമില്ല, എല്ലാം പട്ടി കൊണ്ടുപോയി. ഈ തെണ്ടി പട്ടികൾക്കൊക്കെ ബയോളജി അങ്ങോട്ട് പിടുത്തം കിട്ടാത്തതുകൊണ്ടേ മാഷിനെ മറിച്ചിട്ട് കടിച്ച് പറിച്ചു കളഞ്ഞു. ബയോളജി ആന്ന് മാഷിന്റെ ശരീരത്തിൽ അപ്പം നടന്ന രാസമാറ്റങ്ങൾ പട്ടിക്ക് പിടുത്തം കിട്ടിയില്ലല്ല, അതുകൊണ്ട് തന്നെ മാഷിന് കടി കിട്ടിയത്. ഇതൊക്കെ ആര് പറഞ്ഞാണ്? മാഷ് പറഞ്ഞു അല്ലേ മാഷേ? പോയതോ ഈ മനുഷ്യന്മാരിലേ ലൂയി പാസ്റ്ററും ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലും തിരിച്ചറിയാത്തവരും ഉണ്ട്. അപ്പോൾ അതേമാതിരി പട്ടികളിലും ഉണ്ട്. ഇപ്പൊ ചില പട്ടികൾക്ക് രാസപ്രവർത്തനം ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? അതെ, രാസപ്രവർത്തനം പറഞ്ഞു. അപ്പൊ കിട്ടാനുള്ളത് കിട്ടിയല്ല. അച്ഛൻ ആ പ്യാരി വടി തന്നപ്പോൾ അത് മേടിച്ചോണ്ട് പോക്കൂടായിരുന്നു അച്ഛാ. അവനെ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഇതെന്താ അറിയാം മമ്മ, ഇത് അച്ഛനെ കുറ്റം. ഈ മാസുമാർക്ക് ഇങ്ങനെ സ്വഭാവമുണ്ട്. ഒരു പറഞ്ഞ മാത്രമാണ് കാര്യം, വേറെ ഒരാൾ പറഞ്ഞ് ഒരു ചുവട്ടിലേക്ക് എടുക്കൂല. നിങ്ങളിപ്പോൾ മാഷന്മാരെയൊന്നും പറയല്ലേ. ഇതിനെതിരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ പഞ്ചായത്തുകാർ നിങ്ങൾ എന്ത് ചെയ്ത്? കാരണം ഇതിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും പട്ടികളുണ്ട്. കേരളം മുഴുവൻ പട്ടികളാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ നമ്മളെ കാരണക്കാർ, നമ്മളിവിടെ പെറ്റുണ്ടാക്കിയ പട്ടിയൊന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെ ഈ മറുപടി അല്ല നിങ്ങൾ പറയുന്നത്. ഒരു പൊതുപ്രവർത്തകനാണേ പോയി നിൽക്കാൻ നിങ്ങൾ. സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടാവുന്നുണ്ട്? എന്ത് നടപടി? കഴിഞ്ഞ ദിവസം ഒരുത്തനെ പൂച്ച മാന്തിയിട്ട് ആശുപത്രി പോണായിരുന്നു, ആ വഴി പട്ടി ഓടിച്ചിട്ട് കടിച്ചവനാ. ഇവിടെ കുറെ പേര് പട്ടി കടിച്ച് രക്തസാക്ഷി ആയി കഴിയുമ്പോൾ ഇവർ വരും, ഇവർ രാഷ്ട്രീയക്കാർ വന്ന് ഒന്ന് തൊഴും കരയും സങ്കടപ്പെടും റീത്ത് വെക്കും. അത് തന്നെ നടക്കുന്നത്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണോ, ഈ മാഷ കടിച്ച പട്ടി ഉണ്ടല്ലോ, അതിന് 7 വയസ്സുണ്ട്. അത് നിങ്ങളെ ഭരണകാലത്തുള്ള പട്ടിയാ. അത് ആലോചിച്ച് നോക്കി. നിങ്ങൾ പട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കും കേട്ടോ. വെറുതെ രാഷ്ട്രീയം കളിക്കല്ലേ. ഇപ്പൊ മാഷിന്റെ കാര്യം തന്നെ, ഞങ്ങളെ പഠിപ്പിക്കണ കാലത്ത് കുട്ടികളുടെ അടുത്ത് വടിയായിട്ട് വന്ന മാഷാണ്. ഇപ്പൊ പട്ടികളുടെ അടുത്ത് കയ്യും വീശി ചെന്നോണ്ടല്ലേ കടി കിട്ടിയത്. പട്ടികളെക്കാട്ടും പേടിയാണെങ്കിൽ കുട്ടികളല്ല മാഷെ. ഒന്ന് മിണ്ടായിരുന്നേടോ നിങ്ങൾ പട്ടികളെക്കാൾ കഷ്ടമായല്ലോ. പട്ടികളെ കൊണ്ടില്ല. അച്ഛൻ ഉറക്കെ സംസാരിക്കല്ലേ. ഒരു കാഴ്ചയൊക്കെ കണ്ടു വെച്ചെങ്കിൽ അവരാരുടെ കാര്യം നോക്കി പോവാന്ന്. ഇങ്ങനെ വിട്ടാ പറ്റില്ല, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയാൻ വന്നല്ല, ഞാൻ മാഷെ കാണാൻ വേണ്ടി വന്ന. മാഷെ കണ്ട് ഞാൻ പോവുക, പോയിക്കോ, അത്രേ ഉള്ളൂ.